إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات സന്താനങ്ങളെ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ മക്കളെ വളർത്തുക എന്നുള്ള വിഷയത്തിൽ ഇന്ന് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും അതിന് എതിരായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള ആളുകൾ തങ്ങളുടെ കുട്ടികളെ ദുനിയാവിന് വേണ്ടി വളർത്തുന്ന, പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്ന, അതിനുവേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ആശയത്തിലേക്കാണ് ആളുകൾ മാറിയിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഇന്ന് വിദ്യാർത്ഥികളുടെയും അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലാകട്ടെ, കോളേജുകളിലാകട്ടെ, അതല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയുന്നവരാണ്. ലക്ഷങ്ങളും കോടികളും മുടക്കി തന്റെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാതാപിതാക്കൾ പറഞ്ഞയക്കുമ്പോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ സംഭവിക്കുന്ന ഹറാമുകൾ, ഇതൊന്നും പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊന്നും വിദൂരത്തല്ല. അപ്പൊ ഇന്നലെ നമ്മുടെ നാടുകളിൽ നടന്നൊരു സംഭവം, +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മറ്റു വിദ്യാർത്ഥികൾ കാണുകയും അധ്യാപകനോട് പോയി പറയുകയും ചെയ്തു. അങ്ങനെ അധ്യാപകൻ അന്വേഷിച്ചപ്പോ എന്താ സംഭവം, മറ്റൊരു വിദ്യാർത്ഥി, 19 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ആ പെൺകുട്ടിക്ക് സിഗരറ്റ് കൊടുക്കുകയാണ്. സിഗരറ്റ് മാത്രമല്ല, അതിന്റെ ഉള്ളിൽ കഞ്ചാവ് കൂട്ടി ചേർത്ത് കൊടുക്കുന്ന 3 വർഷത്തോളം ആ പെൺകുട്ടിക്ക് അങ്ങനെ കൊടുക്കുകയും ആ പെൺകുട്ടിയെ ലൈംഗികമായി അവൻ ചൂഷണം ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മുടെ അടുത്ത നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ധാരാളക്കണക്കിന് തോന്നിവാസങ്ങൾ. അതേപോലെ തന്നെ കോടികൾ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി ഹറാമിന്റെ മാർഗങ്ങളിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഏകദേശം 18 വയസ്സാവാൻ കാത്തുനിന്ന് പിന്നെ അവർ പോകുന്നത് കണ്ട കാഫറിന്റെ കൂടെയും ചെറുമന്റെ കൂടെയുമാണ്. എന്നിട്ട് അവസാനം പല രക്ഷിതാക്കൾക്കും സങ്കടം വരികയും അറ്റാക്ക് വരുന്ന അവസ്ഥയും ആശുപത്രിയിലാവുകയും ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കുക, എല്ലാ കാരണങ്ങളും തോന്നിവാസങ്ങളും നമ്മൾ ഇട്ടുകൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും
അവസാനം അതിന്റെ പേരിൽ ഖേദിക്കുന്ന ഒരവസ്ഥ ഇന്ന് രക്ഷിതാക്കൾക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നത്? അതും ഇന്ന് ധാരാളമാണ്. സ്വന്തം മാതാപിതാക്കളെ മകൻ കൊല്ലുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും തുറന്നു പറയാൻ പേടിയുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഇന്നുള്ള സ്കൂളുകളും കോളേജുകളുടെ അവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വെറും തോന്നിവാസമാണ് അവിടെയുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ച രൂപത്തിൽ ഒരു രക്ഷിതാവ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള തോന്നിവാസങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ ഒരു അള്ളാഹുവെ ഭയപ്പെടുന്ന ഒരു മുസ്ലിമിനും സാധിക്കുകയില്ല. എങ്ങനെയാണ് സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ എങ്ങനെ പരിപാലിക്കണം, മുമ്പുണ്ടായിരുന്ന അമ്പിയാക്കന്മാർ പോലും സന്താനങ്ങളുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു അവരൊക്കെ മക്കൾക്ക് വേണ്ടി അള്ളാഹുവോട് എന്തിനു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? ദുനിയാവിന്റെ എഞ്ചിനീയർ ആവാൻ വേണ്ടിയോ ഡോക്ടർ ആവാൻ വേണ്ടിയോ? അതിനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുന്ന നമ്മൾ ആ വിഷയത്തിൽ, തന്റെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ അവർ പഠിക്കുന്ന മാർഗം ഹറാമിന്റെ മാർഗമാണോ, അവർ ചെല്ലുന്നത് ഫിത്നയുടെ മാർഗമാണോ എന്ന് മനസ്സിലാക്കുന്നവർ, ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവെ ധാരാളം ഓർക്കുന്ന, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുന്ന, അല്ലാഹുവെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുർആനിലൂടെ മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ഇതൊരു വലിയൊരു മഹത്തായ ആയത്താണ്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ ആയത്ത് കരീമായ ഈ ആയത്ത് അസ്ലുൻ കബീർ, ഒരു വലിയൊരു അടിസ്ഥാനം തന്നെയാണ് ഫി തഅസ്സി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികളും അതെല്ലാം ജീവിതത്തിലേക്ക് അനുകരിക്കുക എന്നുള്ളതിൽ ഒരു വലിയ അറിയിക്കുന്ന, ഒരു വലിയ അടിസ്ഥാനപരമായ ഒരു ആയത്താണ് ഈ ആയത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുടനീളം ഇതേ രൂപത്തിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. സന്താനത്തെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ അള്ളാഹുവിലേക്ക് ഭയപ്പാടുള്ള ആളുകളാക്കി വളർത്താൻ മാതാപിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കുന്ന, അള്ളാഹുവെ ഭയപ്പെടുന്ന ആളുകളായി വളരാൻ വേണ്ടിയാണ്. കേവലം എഞ്ചിനീയറായി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി വല്ല ഡോക്ടറായി തെമ്മാടിയായി ജീവിച്ച് കണ്ട ആളുകളുമായി, തോന്നിവാസികളുമായി കൂടിച്ചേർന്ന് ഹറാമിന്റെ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് അതേപോലെ അഹങ്കാരിയായി മരിച്ചു പോകാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകത്തുള്ള മുൻകാല പ്രവാചകന്മാരൊക്കെ നമ്മൾ എടുത്തു പരിശോധിക്കുക. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഒരു മകനെ അദ്ദേഹത്തിന് കിട്ടിയില്ല, അവൻ ധിക്കാരിയായി പോയി. ആ മകനെ ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിശ്വാസിയാകാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന് ധാരാളം മക്കളുണ്ടായിരുന്നു. അതിലൊരു മകൻ അവൻ ധിക്കാരിയായി പോയി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി, മലകൾ പോലെ തിരമാലകളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലൂടെ അവർ രക്ഷപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ വനാദാ നൂഹ് നബി അലൈഹിസ്സലാം ഇബ്നഹു, തന്റെ മകനെ വിളിക്കുകയാണ്. വകാന ഫീ മഅസിൽ, അവൻ കുറച്ച് ദൂരത്താണ്. അവൻ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ച് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമകനെ, ഇർകബ് മഅന, നീ ഞങ്ങളെ കൂടെ കയറ്. വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിരീങ്ങളുടെ കൂടെ ആവല്ല മകനെ. ആ മകനെ ഒന്ന് അള്ളാഹുവെ ഭയപ്പെടുന്ന ഒരു മകനാക്കി കൊണ്ടുവരാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹമാണ്. ആ ധിക്കാരിയായ മകൻ അവൻ എന്താ പറഞ്ഞത്?
ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഖാല അവൻ പറഞ്ഞു സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തുന്ന വല്ല മലകളിലേക്കും കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. എന്നിട്ടും അവൻ ഉപ്പയെ അനുസരിച്ചില്ല. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. മകനെ, ഇന്ന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ ഈ കാര്യത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാൻ അള്ളാഹുവിനല്ലാതെ, അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ സാധിക്കുകയില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാം മറുപടി പറയുകയും വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. ഉടനെ അവർ രണ്ടുപേർക്കും ഇടയിൽ വലിയ തിരമാല വരികയും അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ട ആളുകൾ ധിക്കാരികളുടെ കൂട്ടത്തിലായിത്തീരുകയും ചെയ്തു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനാണല്ലോ, ആ മകനെ ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹം. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവെ വിളിച്ചു ദുആ ചെയ്യുകയാണ്. വനാദാ നൂഹു റബ്ബഹു. റബ്ബിനെ വിളിച്ചു നൂഹ് നബി അലൈഹിസ്സലാം. ഫഖാല റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി. എന്റെ റബ്ബേ, ഇന്ന ബിനി, എന്റെ മകൻ മിൻ അഹ്ലി, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് നിന്റെ അഹ്ലുകാരെ കപ്പലിൽ നീ കയറ്റിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാം ഈ ധിക്കാരിയായ മകനും അഹ്ലിൽ പെടുമല്ലോ എന്ന് കരുതി തെറ്റിദ്ധരിച്ച് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. വ ഇന്ന വഅദകൽ ഹഖ്. അല്ലാഹുവേ, നിന്റെ വാഗ്ദാനം സത്യമാണ്. വ അൻത അഹ്കമുൽ ഹാകിമീൻ. നീ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവാൻ എന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തിരുത്തി. ഖാല യാ നൂഹ്, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. ആ മകൻ നിന്റെ അഹ്ലുകാരിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. അവിടെ രണ്ട് വിശദീകരണങ്ങൾ മുഫസ്സിറുകൾ കൊടുത്തത് കാണാൻ സാധിക്കും. ഒന്ന്, അവൻ കുഫർ ചെയ്യുന്ന സ്വാലിഹല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തവനാണ്. അതല്ല നീ ചോദിച്ച അള്ളാഹുവിനെ നിഷേധിക്കുന്ന ധിക്കാരിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചത് അത് ശരിയല്ല. ഈ രണ്ട് നിലക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിവില്ലാത്തതിനെ കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ. നീ ജാഹിലുകളുടെ കൂട്ടത്തിൽ അകപ്പെടുന്നതിനെ തൊട്ട് നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഖാല റബ്ബി ഇന്നി അഊദു ബിക, അല്ലാഹുവോട് ഇസ്തിആദത്ത് തേടുകയാണ്. അൻ അസ്അലുക മാ ലൈസ ലീ ബിഹി ഇൽം. എനിക്ക് അറിവില്ലാത്ത കാര്യത്തിൽ ഞാൻ ചോദിച്ചു പോയല്ലോ എന്ന വിഷയത്തിൽ അല്ലാഹുവോട് ഇസ്തിആദത്ത് തേടുകയും വ ഇല്ലാ തഗ്ഫിർ ലീ വ തർഹംനി. അല്ലാഹുവേ, നീ എനിക്ക് ഇസ്തിഗ്ഫാറും റഹ്മത്തും തന്നിട്ടില്ലെങ്കിൽ അകുൻ മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ഈ സംഭവത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് തന്റെ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ ആ മകൻ മാത്രം വഴിപിഴച്ചു പോയി. ഇബ്നു കസീർ റഹ്മഹുല്ല പറഞ്ഞത് കാണാം, ഹാദാ ഹുവൽ ഇബ്നുർ റാബിഅ. ഇത് നാലാമത്തെ മകനായിരുന്നു അദ്ദേഹത്തിന്റെ. വസ്മുഹു യാമുൻ. യാമെന്നായിരുന്നു അവന്റെ പേര്. വകാന കാഫിറൻ. അവൻ കാഫിറായിരുന്നു. ദആഹു അബൂഹു ഇൻദ റുകൂബിസ് സഫീന. കപ്പലിൽ കയറുന്ന സമയത്ത് അവന്റെ വാപ്പ അവനെ വിളിച്ചു അയ്യുമിന, വിശ്വസിക്കാൻ വേണ്ടി. വയർകബ മഅഹും, അവരുടെ കൂടെ കയറാനും. വലാ യഗ്റക മിസ്ല മാ യഗ്റഖുൽ കാഫിറൂൻ. കാഫിരീങ്ങൾ മുങ്ങി ചാവുന്നത് പോലെ ചാവാതിരിക്കാൻ, വിശ്വാസിയാകാൻ വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചതാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെയൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു സന്താനം ഉണ്ടാവണം. അതായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹം. തുടർന്ന് വന്ന അമ്പിയാക്കന്മാരെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കലിമത്തുകളെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. ആ കലിമത്തുകളെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർത്തീകരിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ ഇബ്രാഹിം നബി അല്ലാഹു ജനങ്ങൾക്കൊരു ഇമാമാക്കുകയാണ്, മാതൃകനാക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി തന്റെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ? എന്റെ മകനെ ദുനിയാവിലെ വലിയ ആളാക്കണമെന്നാണോ? അല്ല. ഇബ്രാഹിം നബി പറഞ്ഞു ഖാല വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്റെ സന്താനങ്ങളിൽ നിന്നും നീ ഇമാമിങ്ങളെ ഉണ്ടാക്കണമേ. ദുനിയാവിന്റെ വലിയ ചുറ്റുപാടുള്ള ആളുകളാകാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് ഇമാം. ആരാണ് ഇമാം?
ബഗവി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം, ഫജ്അൽ മിൻഹും അഇമ്മതൻ യുഖ്തദാ ബിഹിം ഫിൽ ഖൈർ. ഖൈറിൽ ആളുകൾ പിന്തുടരുന്ന ഇമാമീങ്ങളാവാൻ എന്റെ മക്കളെ അല്ലാഹുവേ നീ ആക്കി തീർക്കണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതാണ് അവരുടെ പ്രാർത്ഥന. അല്ലാഹുവെ ഭയപ്പെടുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന. തീർന്നിട്ടില്ല. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മക്കളോട് എന്തായിരുന്നു അദ്ദേഹം ഉപദേശിച്ചിരുന്നത്? മിസ്റിൽ വന്നിറങ്ങിയപ്പോ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഈജിപ്തിൽ വന്നിറങ്ങിയപ്പോ അവിടെയുള്ള ആളുകൾ വിഗ്രഹത്തെയും അഗ്നികൂടാരങ്ങളെയും ആരാധിക്കുന്നവരായിരുന്നു. അത് കണ്ടു ഭയന്ന മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കൾ വിളിച്ചു പറഞ്ഞ സന്ദർഭം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. അം കുൻതും ശുഹദാഅ, മക്ക മുശ്രികൾക്ക് എതിരായി തെളിവായിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, അം കുൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നോ? ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മരണം വന്ന സന്ദർഭത്തിൽ ഇദ് ഖാല ലിബനീഹ്, തന്റെ മക്കളെ വിളിച്ച് യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അപ്പൊ തന്റെ മക്കൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുമോ എന്ന ഭയപ്പാടുള്ള പിതാവായിരുന്നു. ഇന്ന് എത്ര ആളുകൾ തന്റെ മക്കൾ, ഇന്ന് ധാരാളം ഷർറുകൾ, വിഗ്രഹാരാധനകളും ധാരാളം തോന്നിവാസങ്ങളും വിദഗ്ധകളൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്ര ആളുകൾ തന്റെ മക്കളെ വിളിച്ച് ഉപദേശിക്കാറുണ്ട്? തന്റെ മക്കൾ ഹറാമിന്റെ രൂപത്തിൽ സഞ്ചരിച്ചാലും നടന്നാലും പോയാലും തോന്നിവാസികളുടെ കൂടെ കൂട്ടുകൂടിയാലും മക്കൾ ഉപദേശിക്കാത്ത എത്ര രക്ഷിതാക്കളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതിനൊക്കെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ മക്കൾ പറഞ്ഞു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹ വാഹിദ. അവർ പറഞ്ഞു, മക്കൾ പറഞ്ഞു, നിങ്ങളുടെ ഇലാഹായ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇലാഹായ, അഥവാ നിങ്ങളുടെ പിതാക്കന്മാരെന്ന് പറഞ്ഞ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, ഇവരുടെയൊക്കെ അലൈഹിമുസ്സലാം, ഇവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ഏക ഇലാഹിനെ ആരാധിക്കുകയുള്ളൂ എന്നവർ മറുപടി പറഞ്ഞു. ഈ ആയത്തിൽ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അമ്മായിട്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാം വരിക, പിതാവല്ല. അത് അറബികൾക്കുള്ള ഒരു പതിവാണ്. അമ്മിനെ അഥവാ വാപ്പയുടെ സഹോദരന്മാരെ പിതാവ് എന്ന് പറയുക എന്നുള്ളത് അറബികളുടെ സ്വഭാവമായിരുന്നു. അത് മുഫസ്സിറുകൾ തഫ്സീറുകൾ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ടാണ് അവർ ഉപ്പ അബ് എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്താൻ കാരണം. മാത്രവുമല്ല, ഈ ആയത്തിൽ വല്യുപ്പയെയും ജദ് എന്ന് പറയുന്നതിന് പകരം ആബ, പിതാക്കന്മാർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് സഹാബാക്കളടക്കമുള്ള പല അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ വല്യുപ്പ അഥവാ വാപ്പാന്റെ വാപ്പ, ഉമ്മയും വാപ്പയും ഒറ്റ അല്ല വാപ്പ ഒറ്റ സഹോദരന്മാരെ അനന്തരമെടുക്കുന്നതിൽ നിന്നും ഉപ്പയെപ്പോലെ തടയുമെന്ന് തെളിവ് പിടിച്ചിട്ടുണ്ട്. വാപ്പ മയ്യത്തിന്റെ സഹോദരന്മാർ, ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ അല്ലെ ഉപ്പയൊത്ത സഹോദരൻ, അവരെ അനന്തര സ്വത്ത് കൊടുക്കുന്നതിന് തടയും, മറയിടും. അതേപോലെ വാപ്പാന്റെ വാപ്പയും തടയുമെന്ന് ചില പണ്ഡിതന്മാർ സഹാബാക്കളടക്കം ഈ ആയത്തുകൾ തെളിവ് പിടിച്ചതായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ തന്റെ മക്കളെ കുറിച്ച് അവർ അല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുമോ എന്ന് ഭയപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മാതൃക നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടതുണ്ട്. എത്ര ആളുകളാണ് ഈ നിലക്ക് തന്റെ മക്കളെ ഉപദേശിക്കാറുള്ളത്? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചതും ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ത്വയ്യിബായ നല്ല സന്താനത്തെ കുറിച്ചാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വലദൻ മുബാറകൻ, മുബാറക്കായ, തഖിയൻ, സൂക്ഷ്മതയുള്ള, സ്വാലിഹായ, റദിയൻ, അല്ലാഹുവെ അനുസരിക്കുന്ന ഒരു സന്താനത്തെയായിരുന്നു അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ഇവരെ അമ്പിയാക്കന്മാരുടെ ജീവിതമൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവർ എല്ലാവരും തങ്ങളുടെ സന്താനങ്ങൾ അല്ലാഹുവെ ഭയപ്പെട്ട് ജീവിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്ന അങ്ങനെയുള്ള സന്താനങ്ങളായി തീരാനായിരുന്നു അവരെല്ലാം ആഗ്രഹിച്ചിരുന്നത്.
ഇന്ന് എത്ര ആളുകളാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഓതാൻ പോലും ഖിറാഅത്ത് ചെയ്യാൻ പോലും പഠിപ്പിക്കാതെ, അതിന് സമയം കൊടുക്കാതെ, വലിയ വലിയ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി, ഭൗതികമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി കുട്ടികളെ പറഞ്ഞയക്കുന്ന എത്ര എത്ര രക്ഷിതാക്കളുണ്ട്. തന്റെ മക്കൾക്ക് ഖുർആൻ ഓതാൻ അറിയുമെന്ന്, തന്റെ മക്കളെ വിളിച്ചിട്ട് ഈമാൻ കാര്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളും തുടങ്ങിയ ദീനിന്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എന്ന് അന്വേഷിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ഇതൊന്നുമില്ലാതെ ശൈത്താനിന്റെ മാർഗങ്ങളിലേക്ക് നമ്മുടെ സന്താനങ്ങളെ നമ്മൾ പറഞ്ഞയച്ചാൽ അതിനൊരു ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കും ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന്റെ ദീന് പഠിച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരാതെ യഥാർത്ഥ ദീൻ പഠിച്ച ഒരു വിദ്യാർത്ഥി എവിടെയെങ്കിലും തോന്നിവാസികളുടെ കൂടെ ആയിപ്പോയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അവരാരും കുഫാറുകളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ല. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളിലേക്ക് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായിട്ടില്ല. ഇന്ന് കഞ്ചാവിനും മയക്കുമരുന്നിനും തോന്നിവാസത്തിനും വ്യഭിചാരത്തിനും പ്രേമത്തിനും തുടങ്ങിയ എല്ലാ തോന്നിവാസങ്ങൾക്കും പോകുന്നതാരാ? സ്കൂളിലേക്ക് പോകുന്ന, സ്കൂളിൽ കൂടിക്കലർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആണും പെണ്ണും കൂടിക്കലർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എവിടുന്ന ഈ പ്രേമങ്ങളിലൊക്കെ തുടക്കം? എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താ? ആണും പെണ്ണും കൂടിക്കലരുത്, തോന്നിവാസങ്ങൾ, ശൈത്താന്റെ എല്ലാ മാർഗങ്ങളും അടക്കണം. ഇന്നോ എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. എന്താണ് സ്കൂളുകളിലൊക്കെ സ്ഥിതി? പല ക്യാമ്പുകളും സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും പറയുന്ന അവസ്ഥയാണ്. ചില ക്യാമ്പുകളൊക്കെ അവർ സംഘടിപ്പിക്കും ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഉല്ലസിക്കാൻ, ടൂറുകൾ. അതേപോലെ തന്നെ മുമ്പ് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന തോന്നിവാസം, അതിന്റെ പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളൊക്കെ ആണും പെണ്ണും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പഴയ തോന്നിവാസങ്ങളിലൂടെ വീണ്ടും കുടുംബജീവിതം തകരുന്ന വലിയ ഫിത്നകൾ എന്തെല്ലാമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. ഇവിടൊക്കെ നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ സന്താനങ്ങളെ ഈ തോന്നിവാസത്തിന് നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത്. മക്കൾ കാഫിറിന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് വേദനിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇറങ്ങിപ്പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങ് ദൂരേക്ക് കുട്ടികളെ പറഞ്ഞയക്കുകയാണ്, ലക്ഷങ്ങൾ മുടക്കി പറഞ്ഞയക്കുകയാണ്. അവരെ കുറിച്ച് വല്ല ബോധവും രക്ഷിതാക്കൾക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നല്ല സന്താനങ്ങളെ നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, നല്ല ഉപ്പാക്കും ഉമ്മാക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു സന്താനങ്ങൾ, കുട്ടികൾ വളർന്നു വരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതാദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നതിലൂടെയാണ്. ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുമ്പോൾ, തന്റെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോ, ഒരു ദീനുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കും അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാവും. അതേപോലെ തന്നെ ആ നല്ല സ്ത്രീയുടെ നല്ല ഉപദേശങ്ങൾ കിട്ടി തോന്നിവാസങ്ങൾ ഇല്ലാതെ നല്ല നിലയിൽ വളരാൻ സാധിക്കും. ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. ചില വീടുകളിലൊക്കെ വാപ്പ നല്ല ദീനുള്ള ആളായിരിക്കും. മക്കളെ തോന്നിവാസങ്ങളൊന്നും വിടാതെ ദീനിന്റെ വല്ല സദസ്സുകളും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപ്പ, അവിടെ ചിലപ്പോ ഉമ്മ എതിരായിരിക്കും. ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ച്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെടുന്നത്. ലിമാലിഹ, ഒന്ന് അവളുടെ ധനം നോക്കിക്കൊണ്ട്, വലി ഹസബിഹ, അല്ല അവളുടെ തറവാടിത്തം നോക്കിക്കൊണ്ട്, വജമാലിഹ, അവളുടെ ഭംഗി നോക്കിക്കൊണ്ട്, വലി ദീനിഹ, അവളുടെ ദീന് നോക്കിക്കൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിന് നീ മുൻഗണന കൊടുക്കണമെന്ന. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ ഏതും തെരഞ്ഞെടുക്കാനും അങ്ങനെ ധനമുള്ളവളെയും ഭംഗിയുള്ളവളെയും മാത്രം നോക്കി സെലക്ട് ചെയ്യാനും ഒരുള്ള കൽപ്പനകൾ ഈ ഹദീസിലുണ്ട്. അങ്ങനെ ഒരു കൽപ്പന ഇതിലില്ല. മറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു, നാട്ടിൽ പതിവായി നടക്കുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നബി ഇഷ്ടപ്പെട്ടതും നബി കൽപ്പിച്ചിട്ടുള്ള കാര്യവും എന്താ? ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന.
ഭംഗിയുള്ള പെണ്ണിനെ മാത്രം തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ഖേദമായിരിക്കും. അവരുടെ മുമ്പോട്ടുള്ള സന്താനങ്ങളെ വളർത്തുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. തോന്നിവാസങ്ങളിലേക്ക് വിടുന്നവളായിരിക്കും. പണ്ഡിതന്മാർ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്ഫർ എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്താ അതിന്റെ അർത്ഥം? ഗായത്തുൽ ബുഗിയ വ നിഹായത്തുൽ മത്ലൂബ്. എത്രത്തോളം തേടുന്നോ അത്രയും നബി അങ്ങേയറ്റത്തെ ഉപദേശത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ദീനുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കണമെന്ന്. ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് ഈ ഹദീസിന്റെ ശറഹിൽ വിശദീകരിച്ചത് കാണാം. അസ്സഹീഹ് ഫീ മാനാ ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ അർത്ഥം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബറ ബിമാ യഫ്അലുഹു അൻ-നാസു ഫിൽ ആദ. പൊതുവെ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ജനങ്ങൾ ഒന്നുകിൽ തറവാടിത്തം മാത്രം നോക്കും, അല്ലെങ്കിൽ ഭംഗി മാത്രം നോക്കും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന്റെ പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ സൂചിപ്പിച്ചതാണ്. ഫഇന്നഹും യഖ്സിദൂന ഹാദിഹിൽ ഖിസ്വാൽ അൽ-അർബഅ, ഈ 4 ഗുണങ്ങളും പൊതുവെ ആളുകൾ ഉദ്ദേശിക്കുന്നത് നവആഖിറുഹാ ഇൻദഹും ദാത്തുദ്ദീൻ, അവസാനമാണ് അവർ അതിൽ അവസാന ദീനുള്ളത് എന്നതിന് അവസാനത്തെ പരിഗണനയാണ് അവർ കൊടുക്കുന്നത്. എന്നിട്ട് ഇമാം നബി റഹ്മഹുല്ലാ പറഞ്ഞു, ഫദ്ഫർ അൻത അയ്യുഹൽ മുസ്തർഷിദ് ബിദാത്തിദ്ദീൻ, സന്മാർഗം തേടുന്നവനെ, നീ വിവാഹം കഴിക്കുമ്പോ ദീനുള്ള പെണ്ണിനെ നീ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ദീനില്ലാത്ത ബിദഅത്തിന്റെയും ശിർക്കിന്റെയും തോന്നിവാസത്തിന്റെയും ദുനിയാവിലൂടെ ഉല്ലസിച്ച് നടക്കുന്ന തോന്നിവാസികളായ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ പിന്നെ സന്താനങ്ങളെ വളർത്തുമ്പോൾ അവരുടെ ദുസ്വാധീനം അതിലൂടെ സന്താനങ്ങളിലും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇമാം നബി റഹ്മഹുല്ലാ പറഞ്ഞു, വഫീ ഹാദൽ ഹദീസ് അൽ ഹസ്സു അലാ മുസാഹബത്തി അഹ്ലിദ്ദീൻ ഫി കുല്ലി ഷൈഇൻ, എല്ലാ അവസരത്തിലും നല്ല ആളുകളോട് കൂടി കൂട്ടുകൂടണമെന്ന് ഈ ഹദീസിൽ പ്രേരണയുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ പോലും ദീനുള്ള പെണ്ണിനെ നിങ്ങൾ മുൻഗണന കൊടുക്കണമെന്ന്, അത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്താ? അവിടെയും നമുക്ക് കിട്ടുന്ന കൂട്ടുകെട്ട് നല്ലതാണ്. ലിഅന്ന സാഹിബഹും യസ്തഫീദു മിൻ അഖ്ലാഖിഹിം, കാരണം നല്ല ആളുകളുമായി കൂട്ടുകൂടിയാൽ അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ബറക്കത്തുകൾ, വഹുസ്നി ത്വറായിഖിഹിം, അവരുടെ നന്മയുടെ വഴികൾ, ഇതൊക്കെ അതിലൂടെ അവന് കരസ്ഥമാക്കാൻ സാധിക്കും. മാത്രവുമല്ല വയഅ്മനുൽ മഫ്സദത മിൻ ജിഹതിഹിം, നല്ല സ്ത്രീകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവനൊരു നിർഭയത്വം ഉണ്ടാകും, മനസ്സിന് സമാധാനം ഉണ്ടാകും. തോന്നിവാസികളായ സ്ത്രീകളാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താ? എല്ലാ അന്യ ആണുങ്ങളോടും ചിരിച്ചു കളിച്ച് ഉല്ലസിക്കുന്ന, അതേപോലെ തന്നെ ഭർത്താവില്ലെങ്കിൽ അന്യ ആണുങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന, വ്യഭിചരിക്കുന്ന എത്ര ഇന്ന് സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലുള്ള ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരുടെ സ്ഥിതി നാട്ടിൽ ഭൂരിഭാഗവും അന്യാണുങ്ങളുമായി ഇടപഴകുന്ന ഒരവസ്ഥയാണ്. എന്ത് തോന്നിവാസമാണ്! അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ നിങ്ങൾ വിവാഹത്തിന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നല്ലൊരു സന്താനത്തെ വളർത്തിയെടുക്കാനുള്ള ഒന്നാമത്തെ ഒരു സ്റ്റെപ്പായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ധാരാളം ഫിത്നകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ എന്താണ് പഠിക്കുന്നത്? പഠിക്കുന്ന മാർഗം ഹലാലാണോ? ലക്ഷ്യം നല്ലതായിട്ട് കാര്യമില്ല, ആ മാർഗം കൂടി നമ്മൾ നന്നാക്കണം. ചില ആളുകളൊക്കെ ചോദിക്കാൻ, എന്താ ശൈത്താന്റെ ചോദ്യ, എല്ലാത്തിനും ന്യായം വേണം. അപ്പോ ഈ സമൂഹത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒന്നും വേണ്ടേ? അതാണ് അവർ വേഗം ചോദിക്കുക. എന്ന് പറഞ്ഞ അള്ളാഹു അതിനു വേണ്ടിയാണ് അവരെ സ്ത്രീകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുക. ആ ഡോക്ടറും എഞ്ചിനീയറും ആകുക എന്നത് മാത്രം, അതിന്റെ മാർഗങ്ങളെല്ലാം ഹറാമായി. ആ നിലയ്ക്ക് ഹറാമിന്റെ മാർഗത്തിലൂടെ ഡോക്ടറും എഞ്ചിനീയറുമായി തോന്നിവാസിയായിട്ട് എന്ത് കാര്യമാണുള്ളത്? നേരെ മറിച്ച് ഇസ്ലാമിന്റെ രീതിയിൽ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അത് ഖൈറ് തന്നെയാണ്. അതല്ലാതെ തോന്നിവാസത്തിന്റെ മേഖലകളുടെ നമ്മൾ വല്ല ലക്ഷ്യത്തിലേക്കും എത്തിയിട്ടൊരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദ്. കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സലഫുകളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ആദ്യമായി നമ്മുടെ മക്കൾ അവർ നല്ലൊരു സന്താനങ്ങളായി തീരണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു അത്തർബിയത്തു ബിൽ ഖുദ്വ. ആദ്യം മാതാപിതാക്കൾ
നല്ല മാതൃകയുള്ള ആളുകളായി തീരണം. മാതാപിതാക്കൾ കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കണം. ഇബാദത്തിന്റെ കാര്യത്തിലും വിനയം കാണിക്കുന്ന കാര്യത്തിലും ധീരതയുടെ കാര്യത്തിലും തുടങ്ങിയ എല്ലാ വിഷയത്തിലും മാതാപിതാക്കൾ ആദ്യം മക്കൾക്ക് മാതൃകയാകണം. വാപ്പ കള്ളു കുടിക്കുന്നവനാണ്, വാപ്പ ഹറാമിന്റെ രൂപത്തിൽ വേഷം ധരിക്കുന്നവനാണ്, പലിശയുമായി ഇടപഴകുന്നവനാണ്. ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ മക്കൾക്ക് എങ്ങനെയാണ് മാതൃകയാവുക? അതൊന്നാമത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു, അത്തർബിയത്തു ബിൽ ഇബാദ, മക്കളെ ഇബാദത്തിലൂടെ വളർത്തിയെടുക്കണം. ദുനിയാവിന് വേണ്ടി വലിയ ലക്ഷങ്ങളും കോടികളും വാങ്ങാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് കുട്ടികളെ ഇബാദത്ത്, അവർ ഈമാൻ കാര്യം അറിയുന്നവരാണോ, ഇസ്ലാം കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിച്ചവരാണോ, അതേപോലെ തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് വിശ്വസിച്ചവരാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അമലുകൾ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ എത്ര രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു രക്ഷിതാക്കളാകണം നിങ്ങൾ. അതേപോലെ തന്നെ തർബിയത്തു ബിൽ മൗഇദ, എപ്പോഴും മക്കളെ നല്ല നിലക്ക് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഉപദേശിക്കുന്നവരായിരിക്കണം. എത്ര ആളുകൾ തന്റെ മക്കളെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഉപദേശിക്കുന്നവരുണ്ട്. മക്കൾക്കിടയിൽ ഹറാമുകൾ കണ്ടാൽ തടയുന്നവരുണ്ട്. ആലോചിച്ചു നോക്ക്, ചില ആളുകളൊക്കെ ഇതവന്റെ പ്രായമല്ലേ, അവന് കിട്ടുന്നൊരു യുവപ്രായമല്ലേ, അതുകൊണ്ട് തൽക്കാലം കണ്ണടക്കാം എന്ന രീതിയിലാണ് പല ആളുകളുടെയും പോക്ക്. വലിയ അപകടമാണ്. അതേപോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, അത്തർബിയത്തു ബിൽ മുലാഹദ, എപ്പോഴും മക്കളെ കുറിച്ച് അത് എത്ര വലിയവനായാലും ഒരു നോട്ടമുണ്ടാകണം. അവർ എവിടെ സഞ്ചരിക്കുന്നു, അവർ എന്തെല്ലാം ഉപയോഗിക്കുന്നു, അവരുടെ മുഴുവൻ നീക്കങ്ങളും രക്ഷിതാക്കൾ അറിയണം. ഹറാമിന്റെ മേഖലയിലേക്ക് പോകുന്നുണ്ടോ? ഇന്നങ്ങനെ അവസ്ഥ വിദൂരങ്ങളിൽ കൊണ്ടുവിടുകയാണ്, തോന്നിവാസങ്ങളുള്ള ഹോസ്റ്റലുകളിൽ കൊണ്ടുവിടുകയാണ്, ആണും പെണ്ണും കൂടിക്കലരുകയാണ്. ഇതൊക്കെ ആളുകൾ കാണുന്നതാണ്. ഒരു സ്കൂളുകളിൽ, ഒരു കോളേജുകൾ നിങ്ങൾ പോയി നോക്കുക, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് അവിടെ കാണുക. ആണും പെണ്ണും മ്യൂസിക്കുമായി കലരുകയാണ്, അവരുടെ തമാശകളാണ്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണോ? എങ്ങനെയാണ് നമുക്ക് അത് അനുവദിച്ചു കൊടുക്കുക? അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അത്തർബിയത്തു ബിൽ ഉഖൂബ, തിന്മകൾ കണ്ടാൽ നമസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമസ്കരിക്കാത്തവനാണെങ്കിൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അവനെ ശിക്ഷിക്കണം. അങ്ങനെ ഓരോ മേഖലയും കള്ളു കുടിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇന്ന് നടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂടുതൽ തോന്നിവാസങ്ങളും 15, 19, 20, 16 വയസ്സായ കുട്ടികൾക്കിടയിൽ പോലും ലഹരികളും വ്യഭിചാരങ്ങളും പീഡനങ്ങളുമാണ്. എന്താണ് അവസ്ഥ? ഇതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്തതിന്റെ ഒരു കാരണമാണ്. അപ്പോ എപ്പോഴും കുട്ടികളുമായി ഇസ്ലാമിന്റെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അവരെ നമ്മൾ ഫോളോ ചെയ്യണം. ഓരോ നിമിഷവും അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവർ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് തിന്മക്കുള്ള സാഹചര്യം വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും അവരെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം നമുക്ക് ഉണ്ടാവുകയും, ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ തന്റെ സന്താനങ്ങളിലൂടെ എന്താണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്, ആ ആഗ്രഹമാണ് നമുക്ക് മുൻഗണന ഉണ്ടാകേണ്ടത്. നമ്മുടെ കുട്ടികൾ ദീനുള്ളവരായി വളരണം. രണ്ടാമത് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ വേവലാതിപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ചിന്തിക്കുകയും കുട്ടികളെ കുറിച്ച് ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളെ ജീവിക്കാനും ഹക്കിൽ അടിയുറച്ചു മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين يا أرحم الراحمين. اللهم أنج المسلمين المستضعفين في كل مكان من شر الكفار. اللهم ألق في قلوبهم الرعب وخالف بين كلمهم وأنزل عليك رجزك وعذابك وزدهم رعبا على رعبهم. اللهم زلزل أقدامهم وأنزل بهم بأسك الذي لا ترده عن القوم المجرمين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. وصلى الله على نبينا محمد وآله وصحبه وسلم.